ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറിവേൽ. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് സോയാബീൻ റോസ്റ്റായിട്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാൻ എടുക്കുക, അതിലേക്ക് ഒരു 4 ചുവന്ന മുളക് എടുക്കുക കേട്ടോ. പിന്നെ ഒരു 4 ഏലക്കായ എടുക്കുക, 2 പട്ടയും പിന്നെ 4 ഗ്രാമ്പും എടുക്കുക കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകം എടുക്കുക. പിന്നെ മല്ലി എടുക്കുക കേട്ടോ, 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ജീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പിടി നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം കൂടിയിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറിയില്ല റോസ്റ്റ്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്ത ശേഷം ചൂട് മാറിയ ശേഷം നമുക്കൊന്ന് ഇത് പൊടിച്ചെടുക്കുക. ഇത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് സൈഡിലേക്ക് വയ്ക്കുക. ഈ സ്റ്റെപ്പ് വിട്ടു പോവാതെ ചെയ്തിട്ടെടുക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടുതൽ വെച്ച് കൊടുക്കുക. ഒരു പാത്രത്തിൽ കുറച്ച് കൂടുതൽ വെള്ളം എടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആ വെള്ളം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് സോയാബീൻസ് ഇട്ട് കൊടുക്കുക കേട്ടോ. സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് നമുക്കിതിനുള്ളിൽ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും, അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് തണുത്ത വെള്ളത്തിലോ സ്ട്രെയിൻ ചെയ്തിട്ട് എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് എടുക്കണം കേട്ടോ. ചൂടായ ശേഷം തന്നെ നിങ്ങൾ മാറ്റേണ്ട, ഒരു 2-3 മിനിറ്റ് കൂടി നന്നായിട്ട് തിളച്ച ശേഷം മാത്രം നമുക്കിത് സ്ട്രെയിൻ ചെയ്തിട്ട് പിന്നെ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കടുകിട്ട് പിഴിഞ്ഞിട്ട് എടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇതിനുള്ളിലുള്ള സ്മെല്ലൊക്കെ പോയി കിട്ടും. അതിനെ മാറ്റിയിട്ട് സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം പാൻ എടുക്കുക, അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഇത് ചതക്കേണ്ട, കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. അതേപോലത്തെ ഇതിനുള്ളിലുള്ള ബാഡ് സ്മെല്ലൊന്നും ഇല്ല കേട്ടോ. ചില ആൾക്കാർക്ക് ഇതിൻ്റെ ബാഡ് സ്മെല്ല് കാരണമുണ്ട് കഴിക്കാതെ ഉണ്ടാക്കാതെ ഇരിക്കാൻ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് പറയണമെന്നല്ലോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കുക. ഒരു 2 സവോള എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. നൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. നമുക്കിതൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ഈ സമയത്ത്. പച്ചമുളകും പിന്നെ അതേപോലത്തെ വെളുത്തുള്ളിയും ഇഞ്ചിയുടെ സ്മെല്ലാണ്. കറിവേപ്പില കൂടെ ഇട്ടില്ലേ, നല്ല സ്മെല്ല് വരുന്നുണ്ട് മിക്സ് ചെയ്യുമ്പോൾ. ഇനി നമുക്കിത് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. ആ സവാള മൂടി വെച്ചിട്ട് വേവിക്കുമ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി 2 പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ സവോളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു തക്കാളി ചേർത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. സോയ ചങ്ക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു 4 ചുവന്നമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്നത് ഒരു 2 എണ്ണം കൂടിയിട്ട് കൂടുതൽ എടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് എരിവ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എരിവ് വേണമെന്നുള്ള ആൾക്കാർക്ക് 2 എണ്ണം കൂടി കൂട്ടി ചേർത്തിട്ട് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കുക. ഒഴിച്ചെടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വരട്ടെ കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചില്ലേ, ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് മിസ്സാക്കണ്ട കേട്ടോ, നല്ല ടേസ്റ്റുണ്ട്. ഇത് ചേർത്ത് കൊടുത്താൽ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് എരിവ് കറുണ്ട്. ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ പിന്നെ കുരുമുളക് പൊടിയും ചേർത്ത് എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണായിട്ട് ചേർത്ത് എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വെള്ളമൊക്കെ നമുക്ക് റോസ്റ്റായിട്ട് കിട്ടണം കേട്ടോ. കറിയൊക്കെ റോസ്റ്റായിട്ട് വരുമ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് കളറൊന്ന് ചേഞ്ച് ആയിട്ട് കിട്ടും കേട്ടോ. ഞങ്ങൾ പിന്നെ ഡിന്നറിന് വേണ്ടിയിട്ട് ചപ്പാത്തി കേട്ടോ. ചപ്പാത്തി ഈ കറിയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിലേക്ക് എപ്പോഴും ടേസ്റ്റിനൊക്കെ ഉപ്പോ എരിവോ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട. കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂണൊന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അടിപൊളി സോയ ചങ്ക്സിൻ്റെ റോസ്റ്റ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇത്രയല്ല കേട്ടോ, നമുക്കിത് സെർവിങ് ബോളിലേക്ക് മാറ്റാം. കണ്ട, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.